എടി മണ്ടോ, ഇവിടെ എന്താ കാണിക്കണ അവിടെ? മണ്ടോ, നീ വരുന്നില്ല ഇവിടെ? ഇതോടെ നേരായി നിൽക്കണത്. വായങ്ങള് എന്തോരം നേരോടി ഒരുങ്ങാനായിട്ട്. പിന്നെ 5.5 മീറ്റർ സാരി ഉടുത്ത് തീരണ്ടേ? തീരണ്ടേ. എന്താ ഇവിടെ കയറിയിരിക്കണ്? പോകണ്ടേ? പൊക്കോ. വണ്ടി എടുക്ക. വണ്ടി എടുക്കണേ, തമാശ കളിക്കല്ലേ? വാ. അല്ലെ ഇരിപ്പൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ പോകുന്ന. പിന്നെ ഞാൻ വണ്ടി ഓടിക്കില്ലെന്ന് എനിക്കറിയാലോ. നിങ്ങക്ക് നാണുണ്ട് ശീതളേട്ടാ. ഞാൻ എന്തിനാണ് കാണിക്കുന്നത്? നിന്റെ മുന്നിലല്ലേ പറഞ്ഞേ. ഇത്രയും പ്രായമായിട്ട് ഒരു വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല. എടി ഞാൻ ഓടിക്കാനാണ് എന്തോരം പ്രാവശ്യം പോയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്ത് അതും കഴിഞ്ഞ ആ ടെസ്റ്റിന്റെ സമയത്ത് 8 എടുക്കുമ്പോ 8 8 16 എന്ത് ചെയ്യാനാണ്? എടുക്ക്. ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് നിന്റെ തലയില്. അതല്ല, നിങ്ങളുടെ ഹെൽമെറ്റ് എവിടെ? വേറെ ഹെൽമെറ്റ് ഇല്ല, ആകെതല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ മേടിക്കണമെന്ന് പറഞ്ഞല്ലേ? അത് മറന്നു. നീ വണ്ടി എടുക്കപ്പോ തൽക്കാലം. എന്താണ്? ഞാൻ വന്നില്ല. കളിക്കല്ലേ പണ്ട് നേരമില്ലാന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ പുറകിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് വേണമെന്ന് നിർബന്ധമാണ്. എടി ഇത് എന്ത് നിയമോ? നീ എന്തെന്ന് വിചാരിച്ചിട്ടാണ്? ഈ പോലീസുകാർക്ക് വരെ പണിയില്ലേ? ചത്ത നമുക്കല്ലേ പോണേ, അവർക്ക് എന്താണ് നിയമം കൊണ്ടുവരണേ? ഈ ഫ്ലൈറ്റിൽ അപകടം ഉണ്ടാവൂലേ, കപ്പലിനകത്ത് ഉണ്ടാവൂല അപകടം. അപ്പൊക്കെ എന്താണ് എല്ലാവരും ഹെൽമെറ്റ് വെച്ചിരിക്കാതല്ലേ? എന്നാ പിന്നെ വലിയ കാര്യം പറയണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, ഫ്ലൈറ്റിന് സമയം പോലെ വന്നേക്ക്, ഞാൻ പൊക്കോളാം. ഇന്നിപ്പോ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടി. പോലീസ് എന്നെ പിടിക്കൂന്ന്. അല്ല, നിന്നെ പിടിച്ചാ നിന്നെ പിടിക്കൂല. നീ വണ്ടി എടുക്ക്. അത് മാത്രല്ല, നമ്മള് വണ്ടി പോകുമ്പോ എനിക്ക് ഹെൽമെറ്റ് ഉണ്ട്. ഉണ്ടല്ലോ. ഇത് എവിടെയെങ്കിലും പോയി ഉരുണ്ട് വീണ് നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ കെട്ടാനൊന്നും പറ്റൂല. എവിടെ വരെ എത്തി കഥ? അങ്ങനെ എന്നെ കൊന്നിട്ടേ നീ വേറെ കെട്ടണ്ട. വണ്ടി എടുക്ക്. എനിക്ക് സൗകര്യമില്ല. ഹെൽമെറ്റ് ഇല്ലാതെ ഇവിടുന്ന് പോവില്ല. നിയമമൊക്കെ പാലിക്കാനുള്ളത് തന്നെയാ. എടി മണ്ട്, ഇന്നത്തെ ദിവസം നീ ഇങ്ങനെ കിടന്ന് വാശി പിടിക്കല്ലേന്ന്. എന്താ ശീതളേട്ടാ രണ്ടുപേരും കൂടി രാവിലെ? മണ്ടൂനൊരു ബൈക്ക് ക്ലബ്ബിയും പോലെ. എന്താ നീ എന്താ വന്നേ? അതെ, ചേഞ്ച് ഇരിപ്പുണ്ടാവോ? എത്രയുടെ? എത്രയുടെ ഇല്ല, എനിക്കൊരു 250 രൂപയുടെ ഒരു ആവശ്യം ഉണ്ടായി. തപ്പണപ്പോ ഞാൻ വിചാരിച്ചു 2000-ന്റെ ഇല്ല, പെട്ടെന്ന് ഒരു ആവശ്യം വന്നപ്പോ ശീതളേട്ടൻ ഇവിടെ ഉണ്ട്, അപ്പൊ ഒന്ന് ചോദിക്കാലാന്ന് കരുതിയിട്ടാണ്. എന്റെ ചില്ലറ ഉണ്ട്, പക്ഷെ ചില്ലറ ഉള്ളൂ. അത് എനിക്ക് ഒരു ഹെൽമെറ്റ് മേടിക്കാൻ വേണ്ടിയാണ് വെച്ചേക്കണേടാ. ഹെൽമെറ്റ് മേടിക്കാനാണോ? ഹെൽമെറ്റ് മേടിക്കാനാ. അന്ന് ഇങ്ങോട്ട് തന്നേരത്. അപ്പൊ എനിക്ക് ഹെൽമെറ്റ് മേടിക്കണ്ടേ? ശീതളേട്ടന് ഹെൽമെറ്റ് പോരെ? എന്റെ അടുത്തൊരു ഹെൽമെറ്റ് ഉണ്ട്, ഞാൻ തരാം. പഴയതാ? പഴയതൊന്നുമല്ല, വലിയ പഴക്കമൊന്നുമില്ല. എനിക്കേ ലോൺ എടുത്തിട്ട് കൃത്യമായിട്ട് അടച്ചതിന് ബാങ്കിൽ നിന്ന് ഒരു കോംപ്ലിമെന്റ് തന്നതാണ്. അങ്ങനെ കൊടുക്കണ്ട? പിന്നെ കൊടുക്കാനല്ലേ. ലോൺ അടച്ചവർക്ക് എന്തിനാണ് ഹെൽമെറ്റ്? അടിയൊന്നും കൊള്ളൂല. ഇല്ല. അപ്പൊ അവര് നമ്മൾ അന്വേഷിച്ചാൽ കണ്ടില്ലെങ്കിൽ പേര് നോക്കിട്ട് വന്ന് പിടിക്കാല്ല. നിന്റെ ഉണ്ടാ വേറെ? എന്റെ ഒന്നുമില്ല. ഇതിപ്പോ ഹെൽമെറ്റ് ഉണ്ടാ അവിടെ? ഉണ്ടെന്ന് വേണ്ടോ. ഇന്നലെ ഞാൻ വൈഫിനെ വെച്ച് വീട്ടിൽ വരെ കൊണ്ടുവന്നതല്ലേ, അപ്പൊ അത് അങ്ങോട്ട് കൊടുത്തേക്ക. ഇപ്പൊ നമ്മള് കടം മേടിച്ചെന്ന് വേണ്ട. അല്ല, ഞാൻ ഈ ഹെൽമെറ്റ് തരുമ്പോ അതിന്റെ പൈസ ആയിക്കോട്ടെ, അപ്പൊ തിരിച്ചു കൊടുക്കണ്ടല്ലോ. തിരിച്ചു തരലൊന്നുമില്ലല്ലോ. 250 അല്ലേ? 250 വേഗം എടുത്തോണ്ടോ. നല്ലതാണോ? നല്ല ഓറഞ്ചും വൈറ്റും കളർ, ISI മാർക്ക് ഉള്ളത്, നല്ല സ്ട്രോങ് സാധനം. ദൈവം കൊണ്ടുവന്നാ കേട്ടോ. കാശ് എത്ര വേണമെന്ന് അറിയോ? 10,000 ചില്ലാൻ രൂപ ഹെൽമെറ്റിന്. 250 രൂപ എന്താ ലാഭമല്ലേ? എല്ലാത്തിനും ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇപ്പൊ ഹെൽമെറ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞു നിന്റെ മുഖം മാറുന്നില്ല. ഹെൽമെറ്റ് കൊണ്ടിരിക്കുന്നത് നിന്റെ മുഖം. ഇപ്പൊ ഹെൽമെറ്റ് കൊണ്ടുവരട്ടെ, എന്നിട്ട് മുഖം മാറ്റാം.